ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തതാജ്, യേശുവിൻ്റെ രക്തതാജ്, യേശുവിൻ്റെ രക്തതാജ്, യേശുവിൻ്റെ രക്തതാജ്. ഹല്ലേലൂയ. കൃപയപ്പ, കൃപ കൃപ കൃപ. യേശുവിൻ്റെ രക്തതാജ്. സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വൈകിയ സമയത്ത് ദൈവപാദപീഠത്തിൽ കടന്നുവരുവാൻ, ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന നല്ല അവസരത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിൽ ഒരു പ്രാവശ്യം കൂടെ കടന്നുവരുവാൻ ദൈവമൊരുക്കിയ നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. അവസരമൊരുക്കി തന്ന കർത്തദാസിയോടും സഹപ്രവർത്തകരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പേജിലൂടെ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളും ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരുവാൻ, അനേകരെ വിടുതലിന് കാരണമായി തീരുവാൻ, അനേകരെ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ദൈവം സഹായിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നമ്മെ തന്നെ ഒരു പ്രാവശ്യം കൊണ്ട് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഹല്ലേലൂയ. ഈ വൈകിയ സമയത്ത് ഹല്ലേലൂയ നമ്മെ നന്നായി അറിയുന്ന കർത്താവ്, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം ഈ വൈകിയ സമയത്ത് ഹല്ലേലൂയ തൻ്റെ പ്രവൃത്തി ചെയ്യേണ്ടതിനായിട്ട് നമ്മെ ഏൽപ്പിക്കാം. കർത്താവെ, എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവെ, മനോഹരമായ നല്ല വൈകിയ സമയത്തിനായി സ്തുതിക്കുന്ന കർത്താവെ, ഈ വൈകിയ സമയത്ത് അങ്ങയുടെ പാദപീഠത്തിലേക്ക് കടന്നു വരുവാൻ, റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിൽ കടന്നു വരുവാൻ, അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ സ്വർഗമേ അങ്ങ് തന്ന നല്ല അവസരത്തിനായി സ്തുതിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്തദാസി അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കുടുംബമായി മാനിക്കണം. കൂടെ പ്രവർത്തിക്കുന്ന എല്ലാ സഹപ്രവർത്തകരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവപ്രവൃത്തി കാരണമായി തീരുവാൻ എല്ലാവരെയും ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഈ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കൃപ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതത്തിൽ അനുഗ്രഹത്തിനും വിടുതലിനും ആത്മീയ വളർച്ചയ്ക്കും കാരണമായി തീരേണ്ടതിന് സ്വർഗമേ അങ്ങ് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനേകർ കടന്നു വരുവാൻ, അനേകർ കേൾക്കുവാൻ, അനേകരുടെ ജീവിതത്തിൽ ആശ്വാസം വിടുതലിനും കാരണമായി തീരുവാൻ കൃപ ചെയ്യുമാറാകണം. സംസാരിക്കേണ്ടവണ്ണം സംസാരിപ്പാനിടെ ബലപ്പെടുത്തണം. തടസ്സങ്ങളെ മാറ്റണം. ദൈവപ്രവൃത്തി വെളിപ്പെടണം. ഓരോ തടസ്സവും ശുശ്രൂഷയിൽ ഉണ്ടാകുവാൻ ഇടയാകാതാണ്. നെറ്റ്വർക്കെല്ലാം നന്നായി പ്രവർത്തിക്കേണ്ടതിന് അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ആദ്യം മുതൽ അവസാനം വരെയും തിരുസാന്നിധ്യം കൂടെ ഇരിക്കണം. പ്രാർത്ഥനയിട്ടിരിക്കാതെ സ്തുതിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിൽ കടന്നുവരുവാൻ, ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്തദാസിയോടുള്ള നന്ദിയെ ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. സംഭവബഹുലമാകുന്ന ഒരു പകൽക്കാലം നമ്മെ വിട്ട് കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ ഈ പകൽക്കാലം മുഴുവനും നമ്മെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്ത ദൈവത്തിന് നന്ദി കരയേറ്റാം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മെ നന്നായി അറിയുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നാം ആയിരിക്കുന്നത്. ദൈവപാദപീഠത്തിലാണ് നാം ആയിരിക്കുന്നത്. ഹല്ലേലൂയ. മനുഷ്യർ പുറമേ ഉള്ളതിനെ നോക്കുമ്പോൾ ദൈവമോ അകമേ ഉള്ളതിനെ നോക്കുന്ന ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. മനുഷ്യർക്ക് പുറമേ ഉള്ളതിനെ നോക്കി നമ്പർ ഇടുവാൻ, മാർക്കിടുവാൻ കഴിയും. എന്നാൽ ദൈവം ഹല്ലേലൂയ നമ്മുടെ അകമേ ഉള്ളതിനെയാണ് നോക്കുന്നത്. നാം എപ്രകാരമായിരിക്കുന്നു, നമ്മുടെ ജീവിതം എപ്രകാരമായിരിക്കുന്നു, നമ്മുടെ അവസ്ഥ എപ്രകാരമായിരിക്കുന്നു, ഇതാണ് ദൈവം നോക്കുന്നത്. ഹല്ലേലൂയ. ആ ദൈവത്തിന് മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. ഹല്ലേലൂയ. നമ്മുടെ അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ കഴിവുള്ള കർത്താവാണ്. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. മനുഷ്യർക്ക് സാധ്യമെന്ന് തോന്നുന്ന സകലത്തെയും ഹല്ലേലൂയ സാധ്യമാക്കുവാൻ കഴിവുള്ള കർത്താവാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം. ഹല്ലേലൂയ. ദൈവപ്രവൃത്തിക്കായി നമ്മെ തന്നെ ഏൽപ്പിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നത്, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം. കാരാഗ്രഹ ലേഖനമാണ്. കാരാഗത്തിൻ്റെ അവസ്ഥയിൽ, ദുഃഖത്തിൻ്റെ അവസ്ഥയിൽ, ബുദ്ധിമുട്ടിൻ്റെ അവസ്ഥയിൽ, സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയിൽ അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹത്തിൽ ഇരുന്നു കൊണ്ട് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ ഹല്ലേലൂയ ആ ലേഖനത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്, ദുഃഖത്തിലും സന്തോഷിക്കുക, ശുശ്രൂഷയിലൂടെ സന്തോഷിക്കുക, വിശ്വാസത്തിലൂടെ സന്തോഷിക്കുക, കൊടുക്കുന്നതിലൂടെ സന്തോഷിക്കുക. ഇപ്രകാരമുള്ള കാര്യമാണ് അല്ലെങ്കിൽ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലൂടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ഹല്ലേലൂയ. എന്ത് കാര്യമുണ്ടായാലും അതിലൂടെ സന്തോഷിക്കുന്നവരായി തീരണം. സ്തോത്രം.
ദുഃഖത്തിൻ്റെ അനുഭവങ്ങൾ കടന്നു വന്നാലും ലോക ജീവിതത്തിൽ പലപ്പോഴും പ്രിയമുള്ളവരെ ദുഃഖത്തിൻ്റെതായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. എന്നാൽ ദുഃഖത്തിൻ്റെ അനുഭവങ്ങൾ കടന്നു വരുമ്പോഴും ഒരു ഹല്ലേലൂയ ദൈവ പൈതലാണോ ഹല്ലേലൂയ സന്തോഷിക്കണം. ഹല്ലേലൂയ താൽക്കാലിക ദുഃഖമാണ്, അത് നിലനിൽക്കുന്ന ദുഃഖമല്ല. അതുകൊണ്ട് ഹല്ലേലൂയ അതിൻ്റെ മധ്യത്തിലും സന്തോഷിക്കുവാനിടയായി തീരണം. സ്തോത്രം. ഹല്ലേലൂയ ശുശ്രൂഷയിലൂടെ സന്തോഷിക്കുന്നവരാകണം. മറ്റുള്ളവരെ ഹല്ലേലൂയ സ്നേഹിക്കുന്നതിൽ, സേവിക്കുന്നതിലൂടെ ഹല്ലേലൂയ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നതിലൂടെ നാം സന്തോഷം കണ്ടെത്തുന്നവരായി തീരണം. സ്തോത്രം. അതോടൊപ്പം തന്നെ കൊടുക്കുന്നതിലൂടെ നാം സന്തോഷിക്കുന്നവരായി തീരണം, പിറുവിറുക്കുന്നവരായി തീരരുത്. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇങ്ങനെ 4 തരത്തിലുള്ള കാര്യങ്ങളെയാണ് അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനത്തിലൂടെ ഹല്ലേലൂയ ഫിലിപ്പിയ ലേഖനത്തിലൂടെ വരച്ചു കാണിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ കാരാഗ്രഹത്തിൻ്റെ അവസ്ഥയിൽ സന്തോഷിപ്പാൻ കഴിയാത്ത ആ അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് പറയുന്നത് ഹല്ലേലൂയ നിങ്ങൾ സന്തോഷിപ്പീൻ. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാണ്. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ ശക്തി കാരാഗ്രഹത്തിൻ്റെ അവസ്ഥയാകട്ടെ, ഏത് തന്നെ അവസ്ഥയാകട്ടെ, ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ കഴിവ് കൊണ്ടോ എൻ്റെ ബുദ്ധി കൊണ്ടോ എൻ്റെതായ കാര്യാദികൾ കൊണ്ടോ എനിക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല. എന്നാൽ എന്നെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. നമുക്കും പറയുവാൻ കഴിയണം പ്രിയമുള്ളവരെ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ. ഇവിടം വരെ എത്തിയത് എൻ്റെ ബലം കൊണ്ടോ എൻ്റെ കഴിവ് കൊണ്ടോ എൻ്റെ മിടുക്ക് കൊണ്ടോ അല്ല, എന്നെ ശക്തീകരിച്ച ദൈവമാണ് ഇവിടം വരെ എന്നെ കൊണ്ടെത്തിയതെന്ന് പറയത്തക്ക നിലയിലേക്ക് നാമം കടന്നു വരണം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ അത് സാധാരണ ശക്തിയല്ല, മനുഷ്യ ശക്തിയല്ല. ഹല്ലേലൂയ അത് ഹല്ലേലൂയ ദൈവിക ശക്തിയാണ്. ആ ശക്തിയുടെ വലിപ്പം അനുഭവിക്കുന്ന വ്യക്തിക്ക് മാത്രമേ മനസ്സിലാക്കുവാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. ദൈവശക്തി ഹല്ലേലൂയ അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അതിൻ്റെ ആ വലിപ്പത്തെ പറ്റി, അതിൻ്റെ ആഴത്തെ പറ്റി പറയുവാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. എപ്രകാരം ഹല്ലേലൂയ ഒരു സമുദ്രത്തിൻ്റെ ഹല്ലേലൂയ അരികിലേക്ക് നാം കടന്നു ചെന്നതിന് ശേഷം ആ സമുദ്രത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം അല്പം വെള്ളം മാത്രമായിരിക്കും ഉള്ളത്. ഹല്ലേലൂയ. ആഴത്തിലോട്ട് പോകുമ്പോൾ നമ്മുടെ കാല് നനയുന്നു, പിന്നെ മുട്ടുവരെയാകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നടുവരെയാകുന്നു, നീന്തുവാൻ വയ്യാത്ത അനുഭവമാകുന്നു. ഇങ്ങനെ സമുദ്രത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതുപോലെയാണ് ദൈവത്തിൻ്റെ ശക്തിയും. ഹല്ലേലൂയ ഹല്ലേലൂയ. ആദ്യം അല്പമായിരിക്കാം, എന്നാൽ അതിനെ വീണ്ടും പ്രാപിക്കണം എന്നുള്ള ആ ദൃഢനിശ്ചയത്തോടെ ദൈവശക്തിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ അത് മുട്ടോളമല്ല, അരയോളമല്ല, നീണ്ടിയിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്തതായ ഒരു അനുഭവത്തിലേക്ക് ദൈവശക്തി നമ്മെ നയിക്കപ്പെടും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവശക്തിയാൽ നാം നിറഞ്ഞ് നീന്തുന്ന അനുഭവമായി തീരുമ്പോൾ പിന്നെ നിയന്ത്രണം പ്രിയമുള്ളവരെ നമ്മുടേതല്ല, ദൈവത്തിൻ്റെതാണ്, പരിശുദ്ധാത്മാവിൻ്റെതാണ്. ഹല്ലേലൂയ. നീന്തുന്ന അവസ്ഥയിലേക്ക് ഹല്ലേലൂയ ശക്തി നമ്മെ നയിക്കുമ്പോൾ പിന്നെ ഹല്ലേലൂയ നമ്മുടെ ശക്തിക്ക് അവിടെ പ്രസക്തിയില്ല. ഹല്ലേലൂയ നമ്മുടെ ശക്തിക്ക് അവിടെ കാര്യമില്ല. ഹല്ലേലൂയ ദൈവമാണ് ഹല്ലേലൂയ നിയന്ത്രിക്കുന്നത്. അപ്രകാരമെങ്കിൽ ഹല്ലേലൂയ നാം ഹല്ലേലൂയ നമ്മുടെ നിയന്ത്രണത്തെ ഒന്ന് വിട്ടുകൊണ്ട് ഹല്ലേലൂയ ദൈവശക്തിയുടെ നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് നാം ഒന്ന് തയ്യാറാകുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ ഇറങ്ങുവാനിടയായിത്തീരും. സ്തോത്രം. ദൈവം നമ്മെ നിയന്ത്രിക്കുവാനിടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. അതിന് ഹല്ലേലൂയ പ്രായവ്യത്യാസമില്ല, വലിപ്പച്ചെറുപ്പമില്ല. ഹല്ലേലൂയ ആരേൽപ്പിക്കുവാൻ തയ്യാറാകുന്നുവോ ഹല്ലേലൂയ, ഹല്ലേലൂയ ആഗ്രഹിക്കുവാൻ, ദൈവശക്തിയെ ഒന്ന് വാഞ്ചിക്കുവാൻ തയ്യാറാകുന്നുവോ, ദൈവശക്തിയെ ഒന്ന് അനുഭവിക്കുവാൻ തയ്യാറാകുന്നുവോ, അവരുടെ മേലാണ് ദൈവശക്തി കടന്നു വരുന്നത്. ദൈവശക്തി കടന്നു വരുമ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. സ്തോത്രം. ദൈവശക്തിയാൽ നിറയപ്പെടുന്ന ജനത്തിൽ ഹല്ലേലൂയ പണ്ടത്തെ അവസ്ഥകളല്ല, വ്യത്യാസങ്ങൾ സംഭവിക്കുന്നു, മാറ്റങ്ങൾ സംഭവിക്കുന്നു, പുതുക്കങ്ങൾ സംഭവിക്കുന്നു, ആൾ മാറിവരെ പോലെയായി തീരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദാവീദ് ഹല്ലേലൂയ വെല്ലുവിളിക്കുന്ന ഗോലിയാത്തിന്റെ മുൻപിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഹല്ലേലൂയ ഗോലിയാത്ത് ഹല്ലേലൂയ ദാവീദിനെ കണ്ടപ്പോൾ അവിടെ പരിഹസിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ.
ദാവീദിനെ പറ്റി പറയുകയാണെങ്കിൽ എപ്പോഴും ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവൻ, ദൈവശക്തിയാൽ നിറയപ്പെട്ടവൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദാവീദിന് പറയുവാൻ പലതുമുണ്ട്. എന്നാൽ യുദ്ധ അഭ്യാസത്തിൽ നിപുണനായ ഗോലിയാത്തിന്റെ അടുക്കലേക്ക്, മല്ലനായ ഗോലിയാത്തിന്റെ അടുക്കലേക്ക് ദാവീദ് കടന്നു ചെല്ലുമ്പോൾ അവിടെ ഹല്ലേലൂയ ഗോലിയാത്ത് ദാവീദിനെ ശപിക്കുവാനിടയായിത്തീരുന്നു, പഴിക്കുവാനിടയായിത്തീരുന്നു. ഹല്ലേലൂയ. നോക്കുമ്പോൾ ദാവീദ് ഗോലിയാത്തിനെ നോക്കുമ്പോൾ കാണുന്ന എന്താണ്? ദാവീദ് ഒരു ബാലനായിട്ടാണ് ഗോലിയാത്തിന് തോന്നുന്നത്. സ്തോത്രം. യുദ്ധം അഭ്യസിച്ചിട്ടില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെയും കാണുമ്പോൾ ഗോലിയാത്തിനെ ദാവീദിനെ ഗോലിയാത്ത് ശപിക്കുന്ന അനുഭവം തൻ്റെ ദേവന്മാരുടെ നാമം പറഞ്ഞ് ശപിക്കുവാനിടയായിത്തീരുന്നു. 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായത്തിൽ ഹല്ലേലൂയ 42-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്, ഫെലിസ്ത്യൻ നോക്കി ദാവീദിനെ കണ്ടപ്പോൾ അവനെ നിന്ദിച്ചു. അവൻ തീരെ ബാലനും പവിഴ നിറമുള്ളവനും കോമളരൂപിയുമായിരുന്നു. ബാലനാണ് എന്ന് കണ്ടിട്ട് ഹല്ലേലൂയ ബാലന്റെ മേലുള്ള അഭിഷേകത്തെ അല്ല, ബാലന്റെ മേലുള്ള ദൈവശക്തി അല്ല മല്ലനായ ഗോലിയാത്ത് ശത്രു കണ്ടത്. ഹല്ലേലൂയ ബാലനെയാണ് കണ്ടത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നാം വഹിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം മറ്റുള്ളവർ നോക്കുമ്പോൾ ഹല്ലേലൂയ അത് നിന്ദിക്കത്തക്ക നിലയിൽ, പഴിക്കത്തക്ക നിലയിലാകും. എന്നാൽ ആ ശക്തിയെ വഹിച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തിക്ക് മാത്രമേ അതിൻ്റെ വലിപ്പത്തെ അറിയുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ഇവിടെ ഫെലിസ്ത്യൻ ദാവീദിനെ നോക്കിയപ്പോൾ നിന്ദിക്കുവാൻ കാരണമായി തീർന്നു. അവനൊരു യോദ്ധാവല്ല, അവൻ ബാലനാണ്, അവൻ യുദ്ധം അഭ്യസിച്ചിട്ടില്ല, അവൻ ബാലനാണ് എന്ന് പറഞ്ഞ് നിന്ദിക്കുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതിനുശേഷം ഫെലിസ്ത്യൻ പറയുന്നത് ദാവീദിനോട്, നീ വടികളുമായി എൻ്റെ നേരെ വരുവാൻ ഞാൻ നായോ എന്ന് ചോദിച്ച് തൻ്റെ ദേവന്മാരുടെ നാമം ചൊല്ലി ദാവീദിനെ ശപിച്ചു. സ്തോത്രം. ദാവീദിനെ ശപിക്കുന്ന അനുഭവം. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ ദാവീദ് തിരിച്ചെന്താണ് പറയുന്നത്? ഫെലിസ്ത്യൻ പിന്നെയും ദാവീദിനോട്, ഇങ്ങോട്ട് വാ, ഞാൻ നിന്റെ മാംസം ആകാശത്തിലെ പക്ഷികൾക്ക് കാട്ടിലെ മൃഗങ്ങൾക്കും ഇരയാക്കുമെന്ന് പറഞ്ഞു. ഇത്രയും പറയുന്നിടം വരെ ദാവീദ് മൗനമായിരുന്നു. ദാവീദ് ഫെലിസ്ത്യനോട് പറയുന്നത് എന്താണ്? നീ വാളും കുന്തവും വേലുമായി എൻ്റെ നേരെ വരുന്നു, ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. രണ്ടുപേരുടെയും വ്യത്യാസം നോക്കണമേ. ഹല്ലേലൂയ. ദാവീദ് പറയുകയാണ് ഫെലിസ്ത്യനോട്, നീ എൻ്റെ നേരെ വരുന്നത് നിന്റെ ആയുധങ്ങളുമായിട്ടാണ്. ഹല്ലേലൂയ. വാളും കുന്തവും വേലുമായിട്ടാണ് നീ എൻ്റെ നേരെ വരുന്നത്. മനുഷ്യരുണ്ടാക്കിയ ആയുധങ്ങളുമായിട്ടാണ് വരുന്നത്. എന്നാൽ ഞാൻ അപ്രകാരമല്ല. ഹല്ലേലൂയ. നീ ഏത് ദൈവത്തെ നിന്ദിച്ചുവോ ആ ദൈവത്തിൻ്റെ നാമത്തിലാണ് വരുന്നത്. എൻ്റെ ആയുധം ഹല്ലേലൂയ മാനുഷികമല്ല, ദൈവികമാണ്. ദൈവികമായ ആയുധത്താൽ നിറഞ്ഞവനായിട്ടാണ് ഞാൻ വരുന്നത്. ദൈവികമായ ആയുധം എന്താണ് നമ്മുടെ ജീവിതത്തിൽ? അത് ഹല്ലേലൂയ ദൈവശക്തിയാണ്. ഹല്ലേലൂയ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവെന്ന് പറയുമ്പോൾ നമ്മുടെ മേൽ ഹല്ലേലൂയ അത്യന്ത ശക്തി വ്യാപരിക്കേണ്ടതാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ നോക്കണമേ. പിന്നെ ഫെലിസ്ത്യൻ ഹല്ലേലൂയ സംസാരിക്കുമ്പോൾ പറയുന്നത്, യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും, ഞാൻ നിന്നെ കൊന്ന് നിന്റെ തല ഛേദിച്ചു കളയും. അത്രയുമല്ല, ഞാൻ ഇന്ന് ഫെലിസ്ത്യ സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കി തീർക്കും. ഹല്ലേലൂയ. സർവഭൂമിയിലും ഒരു ദൈവമുണ്ട് എന്ന് പറയുവാൻ ഇടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. സർവഭൂമിയിലും ഒരു ദൈവമുണ്ട് എന്ന് പറയത്തക്ക നിലവാരത്തിലേക്ക് ഹല്ലേലൂയ പ്രവർത്തിപ്പാൻ കഴിവുള്ള ഒരു ശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സർവഭൂമിയിലും ദൈവമുണ്ട് എന്ന് തെളിയണമോ നമ്മുടെ മേൽ ദൈവശക്തി ആവശ്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. നാം ആരാണെന്ന് ആദ്യം നാം തിരിച്ചറിയണം. സ്തോത്രം. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ ഈ ലോകമാകുന്ന യുദ്ധത്തിൽ നമുക്ക് ജയിക്കുവാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. നാം എവിടെയാണ് നിൽക്കുന്നത്? യുദ്ധക്കളത്തിലാണ് നിൽക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. യുദ്ധക്കളത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് പോരാട്ടമുണ്ട്. ഹല്ലേലൂയ. പോരാട്ടമുള്ളപ്പോൾ നാം സർവായുധവർഗം ധരിക്കുന്നവരായി തീരണം. സ്തോത്രം. യുദ്ധത്തിൽ ജയിക്കണമോ നമ്മുടെ മേൽ ഹല്ലേലൂയ
സർവായുധ വർഗം ഉണ്ടായിരിക്കണം. സർവായുധ വർഗം ആരാണ്? യേശു കർത്താവാണ്. ഹല്ലേലൂയ. യേശു കർത്താവിനെ ധരിച്ചുകൊണ്ട് നാം യുദ്ധത്തിന് വേണ്ടി നിൽക്കണം. സത്യമാരാണ്? വഴിയും സത്യവും ജീവനുമായി ഈ ലോകത്തിലേക്ക് വന്ന കർത്താവാണ് സത്യം. ഹല്ലേലൂയ. അങ്ങനെ ഓരോ ആയുധങ്ങളെ പറ്റി എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുമ്പോൾ നമ്മുടെ മുൻപിൽ യുദ്ധമുള്ളപ്പോൾ ഹല്ലേലൂയ നാം യുദ്ധത്തിൽ ആയുധധാരികളായി നിന്നുകൊണ്ട് ഹല്ലേലൂയ നിൽക്കുവാൻ തയ്യാറാകുമ്പോൾ ഹല്ലേലൂയ യുദ്ധത്തിൽ പ്രവർത്തിപ്പാൻ ദൈവം സർവശക്തനാണ്. സ്തോത്രം. ഹല്ലേലൂയ. യുദ്ധത്തിൽ നാം തയ്യാറായി ആയുധധാരികളായി നിൽക്കുമ്പോൾ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് ഹല്ലേലൂയ സർവ സൈന്യാധിപനായ ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് നാം മനസ്സിലാക്കണം നമ്മളുള്ള ശക്തിയെ ഹല്ലേലൂയ അതിനെ നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഹല്ലേലൂയ യുദ്ധത്തിൽ മുന്നേറുന്നവരായി തീരണം. സ്തോത്രം. ഹല്ലേലൂയ. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ പറയുമ്പോൾ ഹല്ലേലൂയ അവിടെ ഒരു ശക്തി നിറഞ്ഞ വ്യക്തിയാണോ, ശക്തനാക്കുന്നവന്റെ ശക്തിയാൽ നിറയപ്പെട്ട വ്യക്തിയാണോ, അല്ല ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളെ പറ്റി റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ നോക്കുമ്പോൾ ഇപ്രകാരമാണ് പറയുന്നത്: ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ നോക്കണമേ, ജഡസ്വഭാവമുള്ളവർ ജഡത്തിന് വേണ്ടി ചിന്തിക്കുമ്പോൾ, ശരീരത്തിന് വേണ്ടി ചിന്തിക്കുമ്പോൾ ആത്മാവിൽ നിറഞ്ഞ വ്യക്തിയാണോ, ആത്മസ്വഭാവമുള്ളവനാണോ, ആത്മാവിന് വേണ്ടി ചിന്തിക്കുക. എൻ്റെ ആത്മാവിനെ എപ്രകാരം കരുതണം. ഹല്ലേലൂയ. ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിക്കണം, ദൈവത്തിന് വേണ്ടി നിൽക്കണം. ഇപ്രകാരമാണ് ആത്മികന്റെ ചിന്ത. ആത്മികന്റെ ചിന്ത എപ്പോഴും ആത്മികപരമായിരിക്കും. അതോടൊപ്പം തന്നെ ശാരീരിക വ്യക്തിയുടെ ചിന്തയോ അല്ലെങ്കിൽ ശരീരത്തെ പ്രതി, ഈ ലോകത്തിൽ ജീവിതത്തെ പ്രതിയുള്ള ചിന്തയായിരിക്കും. നാം ഏത് കൂട്ടത്തിലാണ് എന്ന് നാം ഒന്ന് ചിന്തിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മളിലും മാറ്റം വരുത്തണം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിലും മതിയായവൻ എന്ന് പറയണമോ? നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ചില മാറ്റങ്ങൾ ആവശ്യമാണ്. ഹല്ലേലൂയ. അവിടെ ഹല്ലേലൂയ പറയുന്നത് ഹല്ലേലൂയ ജഡത്തിന്റെ ചിന്ത എന്താണ്? മരണം. ജഡത്തിന്റെ ചിന്തയോ മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ഹല്ലേലൂയ. ജഡം മരണത്തിലേക്ക് നയിക്കുമ്പോൾ ആത്മാവ് നമ്മെ ജീവനിലേക്ക്, നിത്യജീവനിലേക്ക്, സമാധാനപരമായ ജീവിതത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നു. വ്യത്യാസം നോക്കണമേ. ഹല്ലേലൂയ. ശക്തി ധരിച്ച് ആ ഹല്ലേലൂയ വ്യക്തിയുടെ വ്യത്യാസങ്ങളെ നാം കാണണം. ഹല്ലേലൂയ. ജഡത്തിന്റെ ചിന്ത മരണത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഹല്ലേലൂയ ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ, നിത്യമായൊരു ജീവിതത്തിലേക്ക്, നിത്യതയിലേക്ക് ഹല്ലേലൂയ നമ്മെ വഴി നടത്തുന്ന ആത്മാവാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നാം ആത്മീയ കാര്യങ്ങളിൽ നിലനിൽക്കുന്നവരായിത്തീരണം, ആത്മീയമായത് ചിന്തിക്കുന്നവരായിത്തീരണം, ആത്മീയമായത് പ്രവർത്തിക്കുന്നവരായി തീരണം. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകാൻ ദൈവേഷ്ടം ചെയ്യുന്നവർ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ഹല്ലേലൂയ. ലോകത്തിനനുസരിച്ച് നാം സഞ്ചരിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് നഷ്ടമാകുന്നത് ജീവനും സമാധാനവുമാണ്. ഹല്ലേലൂയ. ലോകത്തിനനുസരിച്ച് നാം സഞ്ചരിക്കുമ്പോൾ ഹല്ലേലൂയ നിത്യമായ മരണത്തിന് നാം അടിമപ്പെടുന്നവരായി തീരും. എന്നാൽ ഹല്ലേലൂയ ആത്മാവിനനുസരിച്ച് സഞ്ചരിക്കുമ്പോൾ ഹല്ലേലൂയ നിത്യതയ്ക്ക് അവകാശികളായി തീരും. സ്തോത്രം. നിത്യമായ ജീവന് അവകാശികളായി തീരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടെ മുന്നോട്ട് നാം നോക്കുമ്പോൾ അതിൻ്റെ 9-ാം വാക്യത്തിൽ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 8-9 വാക്യത്തിൽ നോക്കുമ്പോൾ പറയുന്നത്: ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അന്നേരം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർ ആരായിരിക്കണം? ഹല്ലേലൂയ. നാം ചിന്തിച്ചു കൊള്ളുക. ഹല്ലേലൂയ. 2 തരത്തിലുള്ള ഹല്ലേലൂയ വ്യത്യസ്തമായി നിൽക്കുന്ന 2 മേഖലയാണ് ഇവിടെ പറയുന്നത്. ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക്, ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. അന്നേരം നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ആരാധന ദൈവം പ്രസാദിക്കുന്നു എങ്കിൽ ഹല്ലേലൂയ നാം ആത്മസ്വഭാവമുള്ളവരായിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. അവിടെ എടുത്തു പറയുന്നത്
നിങ്ങളോ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നവരാണോ ഹല്ലേലൂയ ഹല്ലേലൂയ ജഡസ്വഭാവമുള്ളവരല്ല, പിന്നെ എന്താണ്? ആത്മസ്വഭാവമുള്ളവരാണ്. നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മുടെ മേലുള്ള ശക്തി ചോർന്നു പോയിട്ടുണ്ടോ, ഹല്ലേലൂയ നാം ശക്തിപ്പെടുന്നുണ്ടോ ഹല്ലേലൂയ എന്ന് തിരിച്ചറിയണമെങ്കിൽ ഹല്ലേലൂയ ആത്മസ്വഭാവമുള്ളവരായിരിക്കണം. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല എന്ന് നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവാത്മാവിനാൽ നിറയപ്പെട്ട് ഒരു പുത്തൻ തലത്തിലേക്ക്, ഒരു പുത്തൻ അഭിഷേകത്തിലേക്ക് ഹല്ലേലൂയ നാം മുന്നേറേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ജഡസ്വഭാവം കൊണ്ട് ഹല്ലേലൂയ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ ആത്മസ്വഭാവത്താൽ നിറഞ്ഞവരായി നമ്മളിൽ മാറ്റങ്ങൾ സംഭവിക്കണം. ഹല്ലേലൂയ എങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ നാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാകണം. ഹല്ലേലൂയ അതിൻ്റെ 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ വാക്യം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വാക്യമാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ എങ്കിൽ ഹല്ലേലൂയ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. സ്തോത്രം. ഹല്ലേലൂയ ഇന്ന് രോഗത്താൽ നാം ഭാരപ്പെടുന്നു, ദുഃഖത്താൽ നാം ഭാരപ്പെടുന്നു, ശാരീരികമായ ഹല്ലേലൂയ പലവിധ വേദനകളാൽ ഭാരപ്പെടുമ്പോൾ പറയുന്നത് ഇത് ഭാരപ്പെടേണ്ട കാര്യമില്ല. ഹല്ലേലൂയ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ഹല്ലേലൂയ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. ഹല്ലേലൂയ 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 പലപ്പോഴും നാം പറയും, ഈ രോഗം എന്നെ കൊണ്ടേ പോകൂ, ഇതൊരു ബാധ പോലെ എന്നെ പിന്തുടരുന്നു, ഈ പ്രശ്നം എന്നെ പിന്തുടരുന്നു. ഹല്ലേലൂയ ഇങ്ങനെയൊക്കെ നാം പറയുന്നതിൻ്റെ കാരണം നാം ഈ വചനത്തിലൂടെ ഒന്ന് ചിന്തിക്കുക. അതിന് കാരണം എന്താ? ഹല്ലേലൂയ യേശു കർത്താവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മർത്യ ശരീരങ്ങളിൽ വസിക്കുമ്പോൾ ഹല്ലേലൂയ ഒരു ഹല്ലേലൂയ രോഗത്തിന് നമ്മെ കീഴടക്കുവാൻ കഴിയില്ല, ഒരു പ്രശ്നത്തിന് നമ്മെ കീഴടക്കുവാൻ കഴിയില്ല. ഹല്ലേലൂയ ഈ ലോകത്തിലെ ഹല്ലേലൂയ ഒരു ശക്തിക്കോ ഒരു വ്യക്തിക്കോ നമ്മെ കീഴടക്കുവാൻ കഴിയില്ല. കാരണം ദൈവാത്മാവിനാൽ നാം നിറയപ്പെട്ടവരാണ്. ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കുന്നു. ഹല്ലേലൂയ എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? എൻ്റെ മർത്യ ശരീരത്തെ ജീവിപ്പിക്കുവാൻ കഴിവുള്ള ഒരു കർത്താവിനെയാണ് ഞാൻ സേവിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ അതുകൊണ്ടാണ് അതിൻ്റെ 14-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്, ദൈവാത്മാവ് നടത്തുന്നവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. സ്തോത്രം. ഹല്ലേലൂയ ദൈവത്തിൻ്റെ മക്കളെന്ന് പറയണമോ ദൈവാത്മാവ് നടത്തുന്നവരായിരിക്കണം. ഹല്ലേലൂയ ഇന്ന് നാം ഒന്ന് ചിന്തിക്കണം, ഞാൻ ഏതാത്മാവിനാൽ നിറയപ്പെട്ടവനാണ്? അപ്പോസ്തലനായ പൗലോസ് ഹല്ലേലൂയ 4-ാം അധ്യായത്തിൽ പലവിധമാകുന്ന കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയുകയാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവെന്ന് പറയുമ്പോൾ ഹല്ലേലൂയ ആ ശക്തിയാൽ നിറയപ്പെട്ടു. അതുകൊണ്ട് തടവറ അപ്പോസ്തലനായ പൗലോസിനെ ഹല്ലേലൂയ ബാധിച്ചില്ല. ഹല്ലേലൂയ പട്ടിണി, ഉപദ്രവ, ഹല്ലേലൂയ ആപത്തെ, വാള, ഇങ്ങനെയുള്ളതൊന്നും ഹല്ലേലൂയ ശരീരത്തിൽ ബാധിച്ചില്ല. അതുകൊണ്ട് പറയുന്നത് ദൈവാത്മാവ് വസിക്കുന്നതിനാൽ അല്ലെങ്കിൽ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കുവാൻ കഴിയും. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ എന്നെ നമുക്കും പറയണം പ്രിയമുള്ളവരെ, ദൈവശക്തിയാൽ നാം നിറയപ്പെട്ടുകൊണ്ട് ദൈവാത്മാവിനാൽ നാം ഹല്ലേലൂയ മുന്നേറിക്കൊണ്ട് നാമം പറയുവാനിടയായി തീരണം. ഹല്ലേലൂയ ഈ ലോകത്തിൽ എന്തു തന്നെ വന്നാൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് തന്നെ മാറ്റി നിർത്തുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിൽ
സകലത്തിലും മതിയായവൻ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിൽ ഹല്ലേലൂയ നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, നാം അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ഏതാത്മാവ്? ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല. ഒരു വ്യക്തിയിൽ ദാസ്യത്വത്തിന്റെ ആത്മാവ് കടന്നു വന്നാൽ ഹല്ലേലൂയ പിന്നെ അവനെ ഭരിക്കുന്നത് ആ ആത്മാവായിരിക്കും. പലപ്പോഴും പൈശാചിക ബാധകളാൽ നിറഞ്ഞ വ്യക്തികളെ നമുക്ക് കാണുവാൻ കഴിയും. അവരിൽ പൈശാചികതകൾ നിറഞ്ഞു നിൽക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അവരെ ഭരിക്കുന്നത് പൈശാചികനാകിയാൽ അവർ ചെയ്യുന്നതെല്ലാം ഹല്ലേലൂയ വിരുദ്ധമായ കാര്യങ്ങളായിരിക്കും. നേരെയുള്ള കാര്യങ്ങളൊന്നും അവർ ചെയ്യുകയില്ല. എന്നാൽ ഹല്ലേലൂയ നമ്മളിലായിരിക്കുന്ന ആത്മാവിനെ നാം തിരിച്ചറിയണം. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിനെ ഹല്ലേലൂയ. അന്നേരം ദാസ്യത്വത്തിന്റെ ആത്മാവ് കടന്നു വരുമ്പോൾ ഭയമുളവാകുമെന്ന് നാം തിരിച്ചറിയണം. എവിടെയെങ്കിലും ഭയപ്പെടുത്തുന്നുണ്ടോ? അല്ല, ആ ഭയത്തെ ഇന്ന് നാം നീക്കിക്കളഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ആ ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല നാം പ്രാപിച്ചിരിക്കുന്നത്, പുത്രത്വത്തിന്റെ ആത്മാവിനെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹല്ലേലൂയ നാം അപ്പാ പിതാവേ എന്ന് വിളിക്കുന്നവരായി തീരണം. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നാം ആരാണ്? ദൈവത്തിന്റെ മക്കളാണ്. ഹല്ലേലൂയ. അത് ആത്മാവ് താനും ആത്മാവോട് സാക്ഷ്യം പറയുന്നതായ ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് ഹല്ലേലൂയ ലേഖനം എഴുതുമ്പോൾ അതിപ്രധാനമായ കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതേ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്: ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ദൈവാത്മാവിനാൽ നിറയപ്പെട്ടവനായി ദാസ്യത്വത്തിന്റെ ആത്മാവിനെ പുറന്തള്ളിക്കൊണ്ട് അപ്പാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഹല്ലേലൂയ നാം സഞ്ചരിക്കുവാൻ തയ്യാറാക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ സ്നേഹത്താൽ നാം നിറയപ്പെടും. ആ സ്നേഹത്താൽ നാം നിറയപ്പെടുമ്പോൾ നമുക്ക് ഒരുക്കിയിരിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കാണുവാൻ കഴിയില്ല. എത്ര പേർക്കൊന്ന് സ്തുതിക്കുവാൻ കഴിയും? ഹല്ലേലൂയ. നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കാണുവാൻ കഴിയില്ല. കാരണമുണ്ട്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ചെവിയും കേട്ടിട്ടില്ല, ഒരുത്തൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. സ്തോത്രം. ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അറിയുവാൻ കഴിയുകയില്ല. സ്തോത്രം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്ന: നമുക്കോ ഹല്ലേലൂയ മറ്റുള്ളവർക്ക് കാണുവാൻ കഴിയാത്ത കാര്യം, മറ്റുള്ളവർക്ക് കേൾക്കുവാൻ കഴിയാത്ത കാര്യം, ഹല്ലേലൂയ ഹല്ലേലൂയ മറ്റുള്ളവർ ചിന്തിക്കുവാൻ കഴിയാത്ത കാര്യം നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് എപ്രകാരമാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്? ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. സ്തോത്രം. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. അങ്ങനെയെങ്കിൽ നാം ആ ആഴത്തിലോട്ടൊന്ന് ഇറങ്ങണം. പരിശുദ്ധാത്മാവുന്ന നദിയിലോട്ട് ഇറങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് നീന്തുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ആ നദിയിൽ നീന്തുവാൻ നാം തുടങ്ങുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ നിയന്ത്രണം പരിശുദ്ധാത്മാവാണ് ഏറ്റെടുക്കുന്നത്, നാം അല്ല. സ്തോത്രം. മുൻപേ ഞാൻ പറഞ്ഞല്ലോ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ നമുക്ക് ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളെ ഈ ദിവസങ്ങൾ കാണേണ്ടതിന് നമ്മുടെ ഹൃദയ ദൃഷ്ടികൾ പ്രകാശിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ശത്രുവിനെ കണ്ട് പലപ്പോഴും നാം ഭയപ്പെടുന്നവരാകാറുണ്ട്. ശത്രുവിൻ്റെ ഹല്ലേലൂയ നീക്കങ്ങളെ കണ്ട് പലപ്പോഴും നാം ഭാരപ്പെടുന്നവരായി തീരാറുണ്ട്. സ്തോത്ര. എന്നാൽ ഈ ദിവസങ്ങൾ ശത്രുവിനെ അല്ല കാണേണ്ടത്. നമ്മുടെ കണ്ണ് തുറന്നാൽ ആത്മാവിലുള്ള കാര്യങ്ങളെ ഹല്ലേലൂയ നമുക്കോ തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും അറിയുന്നു.
ഹല്ലേലൂയ, ആഴത്തുള്ള കാര്യങ്ങളെ ഹല്ലേലൂയ ആഴത്തിലേക്ക് ഇറങ്ങിയെങ്കിൽ മാത്രമേ ഹല്ലേലൂയ വിലപിടിപ്പുള്ളതിനെ ലഭിക്കുകയുള്ളൂ. ഒരു സമുദ്രത്തിന്റെ ഹല്ലേലൂയ 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 അരികിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ വിലയുള്ളത് ആ ഇറങ്ങുന്ന ഭാഗത്ത് കാണുകയില്ല. എന്നാൽ ആഴത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വിലയുള്ള ഹല്ലേലൂയ മുത്തുകളെയും ഖനികളെയും ഒക്കെയും കാണുവാനും പ്രാപിക്കുവാനും ഇടയായിത്തീരും. ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതവും ഇപ്രകാരമാണ്. ആഴത്തിലേക്ക് ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. നാം ആഴങ്ങളിലേക്ക് ഇറങ്ങി ഈ ദിവസങ്ങൾ ആത്മാവിൻ്റെ പുതുക്കത്തിലേക്ക് നീങ്ങേണ്ടതാണ്. സ്തോത്രം. ഹല്ലേലൂയ. മനുഷ്യനിലുള്ളത് അവനുള്ള മനുഷ്യാത്മാവല്ലാതെ മനുഷ്യൻ ആരറിയും? അവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. ദൈവത്തിലുള്ളത് അറിയണമോ? ദൈവത്തിൻ്റെ ആത്മാവിനാൽ മാത്രമേ ദൈവത്തിലുള്ള കാര്യങ്ങളെ നമുക്ക് അറിയുവാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിലുള്ളത് അറിയേണ്ടതിന് നാം ദൈവാത്മാവിന് നിയന്ത്രണമായി തീരണം. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്രകാരമെങ്കിൽ ഹല്ലേലൂയ നാം ഒന്ന് സമർപ്പിക്കുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ദൈവശക്തിയാൽ നമുക്ക് നിറഞ്ഞെങ്കിൽ മാത്രമേ ഹല്ലേലൂയ ഇന്നത്തെ സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് നമുക്ക് മുന്നേറുവാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ. നമുക്കും പറയണം ഹല്ലേലൂയ എന്നെ ശക്തനാക്കുന്ന കർത്താവാണ്. ഹല്ലേലൂയ. ദാവീദ് ഗോലിയാത്തിന്റെ അടുത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ പഴിക്കുകയാണ്, നിന്ദിക്കുകയാണ്. ദാവീദിന്റെ മേലുള്ള ആത്മാവിനെ തിരിച്ചറിയാതെ വേണം. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ ഹല്ലേലൂയ ദാവീദ് ഹല്ലേലൂയ ആ ആത്മാവിൽ നിറഞ്ഞവനായി തൻ്റെ സഞ്ചിയിൽ നിന്ന് ഹല്ലേലൂയ കല്ലെടുത്ത് കവിണയിൽ വെച്ച് ആ ഗോലിയാത്തിന്റെ നേരെ എറിഞ്ഞപ്പോൾ അത് തിരുനെറ്റിയിൽ പതിക്കുവാനിടയായി തീർന്നു. ദൈവാത്മാവുള്ളവനെ നിന്ദിക്കുമ്പോൾ പഴിക്കുമ്പോൾ അവൻ അറിയുന്നില്ല ഇതാരെയാണ് പഴിക്കുന്നതെന്ന്. എന്നാൽ അവനുമായി ഏറ്റുമുട്ടുമ്പോൾ ശത്രു താഴെ വീഴുവാനിടയായി തീരും. ഈ ദിവസങ്ങൾ പ്രിയമുള്ളവരെ ആത്മാവിനാൽ നിറഞ്ഞു നാം മുന്നേറുമ്പോൾ നമുക്ക് വിരോധമായി വരുന്ന ശത്രു താഴെ വീഴത്തക്ക നിലയിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. നാം യുദ്ധത്തിന് തയ്യാറാകുന്നുവെങ്കിൽ ഹല്ലേലൂയ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തയ്യാറാകും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനാൽ നാം നിറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ദാസ്യത്വത്തിന്റെ ആത്മാവിനെ പുറത്താക്കിക്കൊണ്ട് ഈ ദിവസങ്ങൾ മുന്നേറുമ്പോൾ അത്ഭുതകരമായ അനുഭവങ്ങളിലേക്ക് വഴി നടത്തുവാൻ ദൈവം ശക്തനാണ്. സ്തോത്രം. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമോ? അടയാളങ്ങൾ പ്രവർത്തിക്കണമോ? വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കണമോ? ഹല്ലേലൂയ ദാസ്യത്വത്തിന്റെ ആത്മാവിനാലല്ല, പുത്രത്വത്തിന്റെ ആത്മാവിനാലാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മിലുള്ള ആത്മാവിനെ നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ദിവസങ്ങൾ ശക്തിയോടെ ബലത്തോടെ നാം മുന്നേറുന്നവരായി തീരണം. അതിനായിട്ട് നമ്മെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കണം. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുമ്പോൾ ശക്തനാക്കുന്നവൻ മുഖാന്തരം ശക്തിയെ നിറയപ്പെടുമ്പോൾ ആൾ മാറിയവനായിത്തീരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആൾ മാറിയവനായിത്തീരുന്നു. ജഡത്തിന്റെ ചിന്തയ്ക്ക് അവിടെ സ്ഥാനമില്ലാതെ ആത്മാവിന്റെ ചിന്തയാൽ നിറയപ്പെടുന്നു. ആത്മാവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തയ്യാറാകുന്നു. അപ്രകാരം ഹല്ലേലൂയ നമുക്ക് മുന്നേറാം. അതിനായി നമ്മെ തന്നെ ഒന്ന് ഒരുക്കാം. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായിത്തീരും. ആ ഹല്ലേലൂയ ഏത് സാഹചര്യമാകട്ടെ ആ സാഹചര്യത്തിന് മുൻപിൽ ശക്തനാക്കുന്നതിന്റെ പ്രവൃത്തിയാൽ നാം നിറയപ്പെടണം. ഹല്ലേലൂയ. ആ ശക്തി അവിടെ വെളിപ്പെടുത്തണം. ഹല്ലേലൂയ. സന്തോഷത്തിലെ ദുഃഖത്തിലെ കൊടുക്കുന്നതിലെ ശുശ്രൂഷ ചെയ്യുന്നതിലെ സകലത്തിലൂടെയും ഹല്ലേലൂയ നാം എന്നെ ശക്തനാക്കുന്ന കർത്താവിനെ വെളിപ്പെടുത്തുന്നവരായി തീരണം. അതിനായി നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കണ്ണുകൾ അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, കർത്താവേ, മനോഹരമായി നല്ല വൈകിയ സമയത്തിനായി സ്തുതിക്കുന്ന കർത്താവേ, ആപത്തുകളെ കൊണ്ടും അനർത്ഥങ്ങളെ കൊണ്ടും രോഗങ്ങളെ കൊണ്ടും ദുഃഖങ്ങളെ കൊണ്ടും നിറഞ്ഞതായ ഈ ലോകത്തിൽ കർത്താവേ അങ്ങയുടെ കൃപയില്ല എങ്കിൽ മുന്നേറുവാൻ കഴിയില്ല. അങ്ങയുടെ ശക്തിയില്ല എങ്കിൽ മുന്നേറുവാൻ കഴിയില്ലപ്പാ. ഹല്ലേലൂയ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിലും മതിയായെന്ന് പറയണമോ അപ്പാ? അങ്ങയുടെ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. അങ്ങയുടെ ശക്തിയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ. അങ്ങയുടെ ശക്തിയെ പ്രാപിച്ചുകൊണ്ട് ഈ ദിവസങ്ങൾ മുന്നേറുവാനുള്ള കൃപ നൽകണമേ. സാത്താന്യ പദ്ധതികളെ കീഴടക്കുവാൻ, സാത്താന്യ ശക്തികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് മുന്നേറുവാൻ സ്വർഗമേ അങ്ങയുടെ ശക്തിയാൽ അവിടുന്ന് നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വചനം കേട്ട ഓരോ
ഓരോ മക്കളെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ ദിവസങ്ങൾ ശക്തനാക്കുന്നു മുഖാന്തര സകലത്തിലും മതിയായ എന്ന് പറഞ്ഞുകൊണ്ട് യാത്രയിൽ മുന്നേറുവാനുള്ള കൃപ ഓരോ പ്രിയമുള്ളവർക്കും നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വ്യത്യസ്ത തരത്തിൽ ഓരോരുത്തരെയും അങ്ങ് ഉപയോഗിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവപ്രവൃത്തിയാലും നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവാത്മാവ് ആഴങ്ങളെ ആരായുന്നല്ലോ, അപ്രകാരം ആഴങ്ങളെ ആരായത്തക്ക നിലയിൽ ഒരു ദൈവപ്രവൃത്തി നിന്റെ മക്കളുടെ ജീവിതത്തിൽ വെളിപ്പെടുമാറാകണമേ. കർത്തദാസി കുടുംബമായി സഹായിക്കണം, ബലപ്പെടുത്തണം, ശുശ്രൂഷയിൽ മുന്നേറുവാനുള്ള കൃപ നൽകണം. പോക്കിലെ വരവിൽ എല്ലാ കാര്യങ്ങളും ദൈവ സാന്നിധ്യം വ്യാപരിക്കണം. കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാ അഡ്മിൻസിനെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അനുഗ്രഹിക്കണം. ഈ പേജ് വളർച്ചയ്ക്ക് കാരണമായി തീരണം. ശക്തമായ രീതിയിൽ മുന്നേറുവാൻ കൃപ ചെയ്യുമാറാകണം. അനേകരെ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമാക്കി തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന ഹല്ലേലൂയ. അടിയനെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അല്പസമയങ്ങളുടെ പാദപീഠത്തിലായിരിക്കാൻ കൃപ ചെയ്തല്ലോ. പ്രാർത്ഥന ഇട്ടിരിക്കാലോ. സ്തുതിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ. ഹല്ലേലൂയ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിലും മതിയായവന് നമുക്ക് ഓരോരുത്തർക്ക് ഈ ലോകയാത്രയിൽ പറയുവാനിടയാകേണ്ടതിന് ദൈവത്തിൻ്റെ ശക്തിയാൽ നിറഞ്ഞുകൊണ്ട് ഈ ദിവസങ്ങൾ മുന്നേറണം. അതിനായി ദൈവം ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.